അടിപൊളി ക്വസ്റ്റ്യൻ. അടിച്ച് മിനി പോണ മാർക്കറ്റിൽ എങ്ങനെയാണ് ബൈ എടുക്കുക എന്നുള്ളത് നോക്കാം ഗൈസ്. ഗോൾഡ് സീരീസിന്റെ 15th ഡേയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓൾ ടൈം ഹൈ മാത്രം ക്രിയേറ്റ് ചെയ്ത് പോകുന്ന ഈ മാർക്കറ്റിൽ എവിടെ നിന്ന് ബൈ എടുക്കണം എന്നുള്ള എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ എല്ലാം പറഞ്ഞുതരാം ഗൈസ്. അതിന് വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്തിട്ട് ഫുള്ള് കണ്ടോളൂ. മാർക്കറ്റ് ഇപ്പോൾ ഇങ്ങനെയാണ് കയറി പോകുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഓരോ സ്വിങ്ങിൽ നിന്നുമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബൈ എടുക്കേണ്ടത്. അത് എന്നാൽ എല്ലാ സ്വിങ്ങിലേക്കും മാർക്കറ്റ് ഇറങ്ങി വരാറില്ല. അപ്പോൾ ചാർട്ടിൽ ഒരു ടൈം ഫ്രെയിം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സ്വിങ് കറക്റ്റായിട്ട് വന്നിട്ട് അതിൻ്റെ ലോയിൽ തട്ടിയിട്ട് പോകുന്നത് കാണാം. ഏതാണ് ടൈം ഫ്രെയിം എന്നുള്ളത് വീഡിയോൻ്റെ ലാസ്റ്റിൽ പറഞ്ഞു തരാം. ഇനി മാർക്കറ്റിൻ്റെ ഏരിയാസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അടുത്തൊരു ഏരിയ വരുന്നത് ഈ 550-40 എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിലാണ് ബൈ ഇരിക്കുന്നത്. ഓൾറെഡി ഒരു ബൈ ഇവിടെ ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സെൽ ഓഫ് വരുന്നത് മാക്സിമം റിസ്ക്, സെല്ല് മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. ബട്ട് ഒരു റിസ്കി ആയിട്ടുള്ള ഒരു സെല്ലും കൂടെ ചെറുത് പറഞ്ഞുതരാം. ഒരു $10 $20 സെല്ലാണ്. അത് വരുന്നത് 880 885 എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിൽ നിന്നാണ് അടുത്ത സെല്ല് വരുന്നത്. അത് $10 ഒരു സ്കാൽപ്പിംഗ് ആയിട്ട് മാത്രമാണ് പറയുന്നത്. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് നിങ്ങൾ ആ ഹൈയുടെ മുകളിലേക്ക് വെക്കണം. പിന്നെ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള 4888 എന്ന് പറയുന്ന ഹൈ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്തത് 4999 ടി പി വെച്ചിട്ട് നിങ്ങൾക്കൊരു ബൈ അവിടുന്ന് പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ സെല്ല് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ബൈ ചെയ്യുന്നവരും കറക്റ്റ് പ്രോപ്പർ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ചെയ്യുക. കാരണം എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫാള് വരാൻ ചാൻസസ് വളരെ കൂടുതലാണ്. കറൻ്റ് ഒരു ബൈ നമുക്ക് ഇവിടെ റണ്ണിങ് ആണ്. അപ്പോൾ ഈ ബൈ എടുത്തിട്ടുള്ള ഈ ഡിമാൻഡ് സോണിൽ നിന്നുമാണ് ഈ ഏരിയ എങ്ങനെയാണ് ഡിമാൻഡ് സോൺ ആയത് എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പേജ് ഫോളോ ചെയ്തിട്ട് നിങ്ങൾ DM ചെയ്തോളൂ. അപ്പോൾ ഒന്നിച്ച് പഠിക്കാം, ഒന്നിച്ച് മുന്നേറാം. പടരട്ടെ ആവേശം.